ഏതൊരു ഫെസ്റ്റിവൽ, ഇപ്പൊ ഓണവും ക്രിസ്മസോ പെരുന്നാളോ ഒക്കെ ചോദിച്ചു കഴിഞ്ഞാലും ആ ഫെസ്റ്റിവൽ കംപ്ലീറ്റ് ആവുന്നത് ഒരു റിലീസോട് കൂടിയാണ്. മമ്മൂക്ക ലാലേട്ടൻ പടം ഉണ്ടാകും, അപ്പൊ അതിന്റെ പാട്ടുകൾ കണ്ടു തുടങ്ങുന്നു, അത് തിയേറ്ററിലേക്ക് വരുമ്പോൾ പോസ്റ്റേഴ്സ് റോട്ടി കാണാൻ തുടങ്ങുന്നു, പിന്നെ അത് തിയേറ്ററിലെത്തി കാണുന്നത് വരെ ആണ് ശരിക്കും ആ ഒരു ഇപ്പൊ ഓണമാണെങ്കിൽ ആ ഓണത്തിന്റെ ഒരു കംപ്ലീഷൻ എന്ന് പറയുന്നത്. ഇവിടെ ലാൽ സാറും മമ്മൂക്കായി ഇരിക്കുകയാണ്, ഞാൻ ആ റൂമിലേക്ക് കയറി വന്നു കഴിഞ്ഞാൽ എനിക്ക് ഇവരോട് സംസാരിക്കാൻ പറ്റില്ല. എനിക്ക് ഇപ്പോഴും മമ്മൂക്കാനെ കാണാൻ പേടിയാണ്. എന്റെ ഇതുവരെയുള്ള കരിയറിലെ ഏറ്റവും വലിയ സിനിമ എന്ന് തന്നെ പറയാം, ഏറ്റവും സമയമെടുത്ത് ഷൂട്ട് ചെയ്ത ഒരു സിനിമയാണ്. അപ്പൊ അതൊരു ഔട്ട് ആൻഡ് ഔട്ട് തിയേറ്റർ എന്റർടൈനർ, ഒരു മാസ് ഇടിപ്പടം. കുറെ നാളുകളായിട്ട് ഞാൻ വേറെ സിനിമകളൊന്നും ചെയ്യുന്നില്ല, ടിക്കിടക്ക എന്ന് പറഞ്ഞ് ജീവിക്കുവാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ ഞാൻ ശരിക്കും എനിക്ക് എന്ത് സന്തോഷമാണെന്നറിയോ. ഏതായാലും ഈ ഓണം വലിയ കുഴപ്പമില്ലാതെ, ഈ ഓണം വലിയ, കഴിഞ്ഞ ഓണത്തിന് സാക്രിഫൈസ് ആയിരുന്നു, ഈ ഓണം അങ്ങനെയല്ല. ഇപ്പൊ അയ്യോ കഴിഞ്ഞ കുറെ പടങ്ങളായിട്ട് ഇവന്റെ പൊട്ടിക്കൊണ്ടിരിക്കുകയാണല്ലോ, ഈ പടം കൊണ്ട് ഇവൻ രക്ഷപ്പെട്ടോട്ടെ എന്നൊന്നും ആരും ഓർക്കില്ല. നല്ല സിനിമയാണെങ്കിൽ മാത്രമേ ഇവിടെ ഓടുള്ളൂ. നമുക്ക് തന്നെ പല സമയത്തും പ്രതീക്ഷയില്ലാത്ത പടങ്ങൾ സക്സസ് ആയിട്ടുണ്ട്. നമ്മള് ഉറപ്പായിട്ടും ഹിറ്റ് ആവുമെന്ന് പറയുന്ന സിനിമകൾ പൊട്ടിയിട്ടുണ്ട് ധൈര്യമായിട്ട്. അത് ഞാൻ പറയുന്നത് ഇതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ കഴിഞ്ഞ് നമ്മൾ ഇത് ആരെ കാണിച്ചു, ഇത് ഏത് സ്റ്റുഡിയോ കണ്ടു എന്നൊക്കെ പറഞ്ഞാൽ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ഓഡിയൻസ് കണ്ട് ഇത് കൊള്ളാം എന്ന് പറയുന്നത് വരെ ഒരു കമന്റിനെയും ഒന്നിനെയും ഞാൻ വിശ്വസിക്കില്ല. ഞാനും ഇവനും ഏകദേശം ഒരേ സമയത്ത് വന്നു. അവൻ ഇവന്റെ സിനിമകൾക്കുണ്ടാവുന്ന ഒരു അറ്റൻഷൻ എന്തുകൊണ്ട് എന്റെ സിനിമകൾക്ക് കിട്ടുന്നില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നിടത്തു നിന്നാണ് ഞാൻ വീണ്ടും പണിയെടുക്കാൻ തുടങ്ങിയത്, ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. സ്ഥലത്ത് മമ്മൂക്ക പറയും, നമ്മളെപ്പോഴും ഓർക്കണം എന്താണ്, നമുക്ക് നല്ല ടെക്നീഷ്യൻസ് വേണം, നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർക്ക് ബുദ്ധി വേണം, അതൊക്കെ ശരിയാണ്. പക്ഷെ നമ്മൾ ഏറ്റവും വില കൊടുക്കേണ്ടത് ഈ സിനിമ ആരെ കാണിക്കുന്നു, അതാണ് നമ്മള് ചിന്തിക്കേണ്ടതെന്ന് എപ്പോഴും അദ്ദേഹം പറയും. അപ്പൊ ഒരു മോഹൻലാൽ ഫാനിന് കിട്ടാവുന്ന ഏറ്റവും വലിയ ബ്ലെസ്സിംഗ് ആയിരുന്നു അത്. ഞാൻ കിരീടം എന്ന് പറഞ്ഞ സിനിമ തിയേറ്ററിൽ മോഹൻലാലിനും സിനിമലയിലും ഒപ്പം ഇരുന്നിട്ട് കാണാൻ പറ്റി എന്ന് പറയുന്നത്. നമ്മുടെ റിലേഷനിൽ ഒരു കോംപ്ലിക്കേഷൻ വന്ന സമയത്ത് ഞാൻ അവിടെ നിന്ന് പോവാണെന്ന് പറഞ്ഞ് ഇറങ്ങുമ്പോൾ എന്താണ് പ്രശ്നം, എന്താ ബ്രാൻഡ് മാറ്റി പിടിക്കാം എന്ന് പറയുന്നുണ്ടല്ലോ. ഇതിന് മുന്നേ കൂടെ കൂട്ടിയതാണ് എന്നെ കൈരളി. പേര് നമ്മളെ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ ഒരാള് നമ്മളെ പറ്റി ഒരു വെറുപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു വിഷമം വരും. എന്തിനായിരിക്കും അയാൾ നമ്മളെ പറ്റി അങ്ങനെ പറഞ്ഞതെന്നായിരിക്കും നമ്മൾ ഫുൾ ആലോചിക്കുക. നാല് വെച്ച് ഡോറിങ്ങനെ അടിച്ചിട്ട് ഇങ്ങനെ വളഞ്ഞൊരു പോക്കുണ്ട്. അതൊക്കെ പ്ലാൻ ചെയ്തതാണോ ലാൽ സാർ? ഇത്രേ ഉള്ളൂ എന്റെ സംശയം. ഇത് പറഞ്ഞു കൊടുത്ത് ചെയ്യുന്നതാണോ, ഇവര് കൈ നിടുന്നതാണോ? ഈ സ്റ്റേറ്റ് അവാർഡിന്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ എന്റെ വീട്ടിലേക്ക് ഇത് കൊണ്ടുപോകും എന്നുള്ള, വാപ്പാനെ ഉമ്മാനെ കൊണ്ട് കാണിക്കാം. ആ പോക്കറ്റ് എന്നെ ഇങ്ങനെ പിടിച്ചപ്പോ ഞാൻ ബോഡി അങ്ങോട്ടേക്ക് ഒരു വിസ വേണമെങ്കിൽ അവരൊക്കെ എടുത്തു തന്നിട്ടുണ്ട്. ഞാൻ മേടിച്ചു. ഏറ്റവും നല്ല സിനിമകൾ ഉണ്ടാകുന്നത് നമ്മുടെ ഇൻഡസ്ട്രിയിലാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഏറ്റവും വെറൈറ്റി ആയിട്ടുള്ള സിനിമകൾ. അപ്പൊ നമ്മൾ വേറൊരു ഇൻഡസ്ട്രി പോയിട്ട് വേറൊരു സിനിമ ചെയ്യണ്ടല്ലോ എന്നോർത്ത് ഞാൻ ഇവിടെ നിൽക്കുന്നു എന്നുള്ളത്.